ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി നാളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 1 വീക്ക് ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് ഒരു വീഡിയോ ഇടാമെന്ന്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല തിരക്കിലായിരുന്നു. നമ്മുടെ റൂമിനൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ റൂം ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുമായിരുന്നു. ഇപ്പോൾ റൂം അന്വേഷിക്കലും പിന്നെ പാക്കിങ്ങും അങ്ങനെ കുറച്ചധികം തന്നെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ അതേ പോകുന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഒരേ നാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ഒന്ന് കൂടാം എന്ന് കരുതിയിട്ട് അവർ നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഏരിയ ഒക്കെ. നല്ല രസമാണ്. ഇവിടെയൊക്കെ എല്ലാം വില്ലകളാണ്. പിന്നെ നമ്മുടെ ടൈപ്പ് ആൾക്കാരും ഒക്കെ ഉണ്ട്. ഒത്തിരി പിള്ളേർ സെറ്റും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല രസം. അവർ റൂമിക്കാരുടെയൊക്കെ കൂടുതൽ പുറത്ത് കളിക്കലായിരിക്കും. ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ചേച്ചീനെയും കൂടി പിക്ക് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ട് പോയത്. അപ്പോഴേക്കും ആളുടെ ഹസ്ബൻഡ് ബിരിയാണിയൊക്കെ നല്ല സൂപ്പർ ബിരിയാണിയാണ് ആളുടെ. അപ്പോൾ ആൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് വിളമ്പി തരികയാണ്. അപ്പോൾ കൂടെ സലാഡുണ്ട്. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്, പുതിന ചമ്മന്തി. നല്ല ടേസ്റ്റാണത്. അപ്പോൾ നമ്മൾ അത് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ലീവായിരുന്നു. അപ്പോൾ ആൾ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റൂം ഒന്ന് കാണാനായിട്ട് പോയി. ഞാൻ ആക്ച്വലി വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ. അപ്പോൾ നമ്മൾ കയറി നോക്കുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് ഉള്ളത് വേണ്ട എന്നുള്ള രീതിക്ക് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇത്തവണ കിട്ടിയത് ഇതുപോലൊരു 2 ബെഡ്റൂം ടൈപ്പ് റൂമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ കുട്ടികൾ ഇത്തിരി വലുതാകുമ്പോൾ അവർക്ക് ചാടാനും അറിയാനും ഒക്കെ ഉള്ള സ്ഥലം വേണ്ടേ, അറ്റ്ലീസ്റ്റ് തല്ലുകൂടാനെങ്കിലും. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ റൂമിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്തതേ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അനിയൻ. മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ വന്നു കേട്ടോ. അമ്മ വന്നിട്ട് നാട്ടിലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കുഴിയപ്പവും ബീഫും അരിയുണ്ടയും എന്ന് വേണ്ട അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ചക്ക കൊടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പച്ചച്ചക്കയുണ്ട്, പഴുത്ത ചക്കയുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന് അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പച്ചച്ചക്കയല്ലേ, അതിനി ഇരുന്നിട്ട് അങ്ങോട്ട് പഴുപ്പ് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മ വന്ന വശം തന്നെ ഇതാക്കി തരാണ് കേട്ടോ. നൈറ്റാണ് വന്നത്. പിറ്റേ ദിവസം രാവിലെ എല്ലാം തുറന്ന് സെറ്റാക്കി അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചള്ള് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തത്തെ ആ ഒരു പച്ച സംഭവം മാത്രം കളഞ്ഞിട്ട് വേറെ ഒന്നും കളയണ്ടെന്നാണ് അമ്മ പറയും. ഒന്നും കളയണ്ട മോളെ, കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ വെയിറ്റും അങ്ങനെ. അപ്പം അങ്ങനെ ഇപ്പം തന്നെ കാണുമ്പോൾ കൊതിയ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് കുറേശ്ശെ എടുക്കുകയാണ് ചെയ്തത്. ആവശ്യത്തിന് ചൂടാക്കി കഴിക്കുക എന്നുള്ള രീതിക്ക്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയാൽ പിന്നെ നാളെ ഉണ്ടാക്കില്ല, പിന്നെ അങ്ങനെയല്ല. അപ്പോൾ പിന്നെ അങ്ങനെ വേണ്ട, ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ പിന്നെ പഴുപ്പ് കയറില്ല. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക മോള് അവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ 6 മാസത്തോളമായി നാട്ടിൽ പോയിട്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്പേരി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചക്കക്കുരു ഇട്ടുള്ളൂ, അധികം ഇട്ടില്ല. അപ്പോൾ പിന്നെ അത്ര വേറൊരു ഇതാന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടിട്ടുള്ളൂ. നല്ല ചള്ള് ചക്കക്കുരു മാത്രം. പിന്നെ ചക്കക്കുരു വേറെ ടൈപ്പായിട്ട് വേറെ വയ്ക്കാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരല്പം വെള്ളുള്ളിയും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേപ്പിലയും ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം, കോക്കനട്ട് ഓയിൽ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, മണവും ഒക്കെ. അപ്പം ഇങ്ങനെ നന്നായി മൂത്ത് വരുന്നവരിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ചിലർക്ക് നിറച്ച് തേങ്ങ ഇടുന്നത് ഇഷ്ടമാണ്. കടിക്കുമ്പോൾ അങ്ങനെ ഒരു കഞ്ചി പോലെ കിട്ടുമ്പോൾ അതൊരു ഇഷ്ടമാണ്. എനിക്ക് കുറച്ചുള്ളതാണ് ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോഴാണ് അതിലേക്ക് ഈ ഒരു മസാല ഒക്കെ കയറാനും അതുപോലെ തന്നെ നല്ലൊരു ഇതിൽ വരുള്ളൂ. അതല്ലെങ്കിൽ പുറത്ത് മാത്രം നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ കടിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നന്നായി എന്നിട്ട് ഈ മസാലയിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിലേക്ക് ഇട്ടിട്ട് ഉടച്ചാലും മതി. പക്ഷെ അപ്പോഴേക്കും ചിലപ്പോൾ ഇത് കരിയാം. അപ്പോൾ പിന്നെ ആദ്യമേ ഒന്ന് ഉടച്ച് വെച്ചിട്ട് അങ്ങനെ. ഇപ്പോൾ ഇത് എണ്ണ കുറവുണ്ട് തോന്നിയപ്പോൾ ചക്ക കുറച്ച് കൂടുതലുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കുകയാണ്. എന്നിട്ട് ഒരല്പം തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ചക്ക കുറച്ചുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അതിനനുസരിച്ച് ഒരു 1/2 ഗ്ലാസ്സോളം ഇട്ടിട്ടുണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ തേങ്ങ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുവരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് അപ്പോൾ ഓരോ പ്രാവശ്യം ഇടുമ്പോഴാണ് നമ്മൾ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കും തോറും ഇതിൻ്റെ ഒന്ന് വറവ് വരുമ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറയുമല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇത്ര മതി. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഒരു മൂത്ത മണം, നല്ലൊരു മണമാണ്. ഈ മണം കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം കേട്ടോ പാകമായോ എന്നുള്ളത്. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം. അതല്ലെങ്കിൽ ആ ഒരു എരിവ് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ എരിവ് കറക്റ്റ് മൂത്തില്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ എരിവ് പോലെ തോന്നും. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യുക. ഇച്ചിരി ഉടഞ്ഞ പോലെ ഇരിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ വേവിച്ച് കഴിഞ്ഞ് ചൂടോടെ തന്നെ കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. കഞ്ഞിക്ക് കൂട്ടി കഴിക്കാം, പപ്പടം ഒക്കെ ആയിട്ട്, അതല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം കഴിക്കാം. ഒന്നും പറ്റിയില്ലെങ്കിൽ നല്ല കട്ടൻ ചായ ഉണ്ടാക്കി അങ്ങനെയായാലും കഴിക്കാം. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതേ അവിടെ മഴ പെയ്യുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ മഴ ചാറില്ലോ കേട്ടോ, അത്ര അതില്ലേ. അപ്പോൾ അതിലൊക്കെ ഒന്ന് കളിച്ച് പോയപ്പോഴേക്കും സംഭവമൊക്കെ ആയി. അപ്പോൾ ഞാനിത് കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ഒറ്റയ്ക്ക് കഴിച്ചു. അതിന് ശേഷം കറി ആയിട്ട് ചോറിൻ്റെ ഒപ്പം കഴിച്ചു. മീൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത് ബീഫ് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. എന്നിട്ട് ഞാൻ ചക്കയുടെ ഒപ്പം കഴിച്ചു. അപ്പോൾ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് കേട്ടോ. രാത്രി പിന്നെ കുറച്ച് പൊറോട്ടയൊക്കെ മേടിച്ച് അങ്ങനെ